ലോഗോസ് 2024 എപ്പിസോഡ് 9. 2 കൊറിന്തോസ് 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം 1. വിശുദ്ധി പരിപൂർണമാക്കേണ്ടത് എന്തിലാണ്? ഉത്തരം: ദൈവഭയത്തിൽ. ചോദ്യം 2. മക്കെദോനിയയിൽ ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് അപ്പസ്തോലന്മാർക്ക് ആശ്വാസം നൽകിയത്? ഉത്തരം: തീത്തോസിന്റെ. ചോദ്യം 3. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ജനിപ്പിക്കുന്നതെന്ത്? ഉത്തരം: രക്ഷാകരമായ പശ്ചാത്താപം. ചോദ്യം 4. ലൗകികമായ ദുഃഖം നയിക്കുന്നത് എന്തിലേക്ക്? ഉത്തരം: മരണത്തിലേക്ക്. ചോദ്യം 5. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റേടിയുമെന്ന് കരുതുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: വിശുദ്ധ പൗലോസിനെ കുറിച്ച്. ചോദ്യം 6. തന്നെ പ്രശംസിക്കുന്നവനല്ല, മറിച്ച് ആര് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ? ഉത്തരം: കർത്താവ്. ചോദ്യം 7. പൗലോസ് എത്ര തവണ കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്നാണ് കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നത്? ഉത്തരം: 3. ചോദ്യം 8. ഒരു രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നതായി കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം: വിശുദ്ധ പൗലോസ്. ചോദ്യം 9. ദമാസ്കസിൽ വച്ച് വിശുദ്ധ പൗലോസിനെ പിടികൂടുന്നതിനു വേണ്ടി നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയത് ആര്? ഉത്തരം: അരേത്താസ് രാജാവിന്റെ ദേശാധിപതി. ചോദ്യം 10. അരേത്താസ് രാജാവിന്റെ ദേശാധിപതിയുടെ കൈകളിൽ നിന്ന് നഗരത്തിന്റെ മതിലിലുള്ള കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്ക് ഇറക്കപ്പെട്ട് രക്ഷപ്പെട്ടതാര്? ഉത്തരം: വിശുദ്ധ പൗലോസ്. ചോദ്യം 11. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം ഉയർത്തപ്പെട്ട മനുഷ്യൻ എന്ന് കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം: ക്രിസ്തുവിനെ കുറിച്ച്. ചോദ്യം 12. വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ നൽകപ്പെട്ടതായി വിശുദ്ധ പൗലോസ് പറയുന്നത് എന്ത്? ഉത്തരം: ഒരു മുള്ള്. ചോദ്യം 13. ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ള് വിട്ടകലാൻ പൗലോസ്ലീഹ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി? ഉത്തരം: നിനക്കെന്റെ കൃപ മതി. ചോദ്യം 14. നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. വചനഭാഗമേത്? ഉത്തരം: 2 കൊറിന്തോസ് 12-ാം അധ്യായം 19-ാം വാക്യം. ചോദ്യം 15. കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസിന്റെ എത്രാമത്തെ സന്ദർശനത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്? ഉത്തരം: 3-ാം സന്ദർശനം.